നോക്കൂ, ഒരു സർക്കാരിന്റെ മനസ്സിന്റെ ബഹിസ്ഫുരണമാണ് അതിന്റെ ബജറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിരുന്ന സർക്കാരുകളുടെ മനസ്സുപോലെ ആയിരുന്നു അവരുടെ ബജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ശരിയാണ്. ചില ജാടകൾ, ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില തുരുപ്പുചീട്ടുകൾ, അങ്ങനെ ചില വ്യക്തിഗതവും ചില സംസ്ഥാനങ്ങൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കൽ, ഇതൊക്കെയായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്നത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വലതുപക്ഷ മാധ്യമ പ്രവർത്തകനാണ് ശ്രീകുമാർ സാർ. ഞാൻ ശ്രീകുമാർ സാറിനോട് ഇത്തരം വിമർശനങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ, സർ 6 പതിറ്റാണ്ട് കാലം ഭരിച്ച് ശേഷമാണ് നരേന്ദ്രമോദിയുടെ കൈകളിലേക്ക് ഈ രാഷ്ട്രം ഏൽപ്പിക്കുന്നത്. 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചവർക്ക് ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? ഈ 10 വർഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ സാധിച്ചു? ഒരു സന്തുലനവും ഒരു താരതമ്യം അവിടെ നിന്ന് ആരംഭിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ, നാണയപ്പെരുപ്പ നിരക്ക്, വ്യാവസായിക മുന്നേറ്റം, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹ്യ സാംസ്കാരികവും സാമ്പത്തികവുമായ അവരുടെ അവസ്ഥ, ഇതൊക്കെ 6 പതിറ്റാണ്ട് കാലഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷം ഉണ്ടാവുന്നതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ബജറ്റിന്റെ പൂർണ്ണ രൂപം പോലും പുറത്തു വന്നിട്ടില്ല. ഏതാണ്ട് ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏതോ ചില കേന്ദ്രങ്ങളിൽ തയ്യാറാക്കിയിരുന്ന ചില ക്യാപ്സ്യൂളുകൾക്കനുസരിച്ചുള്ള ചില ചർച്ചകളും ചില പ്രതികരണങ്ങളും മാത്രമാണ് ശിവകുമാർ സാറിന്റെ പോലുള്ള ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് വേദനയോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ സമ്മർദ്ദത്തെക്കുറിച്ച് BJPക്ക് അശേഷം ഭയമില്ല ശ്രീകുമാർ സാർ. കാരണം ഇത് നഷ്ടപ്പെട്ടിട്ട് ആരുടെ പിന്തുണയിൽ ആരുടെ സർക്കാരാണ് ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കാൻ പോകുന്നത്? അത്തരം ഒരു പ്രതീക്ഷയോ ഒരു പ്രത്യാശയോ മറ്റുള്ളവർക്ക് ഉണ്ടെന്നു അത് പോട്ടെ, അത് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ മാറ്റുന്നില്ല. എന്തുകൊണ്ട് ബീഹാർ, AP? നോക്കൂ, ആന്ധ്രാപ്രദേശും ബീഹാറും മാത്രമല്ല, അതിനും ഗവൺമെന്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ജാർഖണ്ഡ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ബംഗാളുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്ക് പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ആ പ്രദേശങ്ങളുടെ സാമൂഹ്യവും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ ആളുകൾ ചൂണ്ടിക്കാണിച്ചു, വടക്ക് കിഴക്കൻ മേഖലകൾ രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടിയാണോ വടക്ക് കിഴക്കൻ മേഖലകളിലേക്കുള്ള ഈ സന്തുലിതമായ വികസനത്തിന് ഊന്നൽ നൽകുന്നത്? ഈ ഗവൺമെന്റിന് ഈ തരത്തിൽ ഓരോ പോളിസികളുണ്ട്. നോർത്ത് ഈസ്റ്റിനെ കുറിച്ചുള്ള ഒരു പോളിസി ഉണ്ട്, പിന്നോക്ക സംസ്ഥാനങ്ങളെ കുറിച്ച് ഒരു പോളിസി ഉണ്ട്, ആദിവാസി വനവാസി മേഖലയെ കുറിച്ച് ഒരു പോളിസി ഉണ്ട്, വനിതകൾക്കുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരു പോളിസി ഉണ്ട്, സംരംഭകരെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടിയുള്ള സമൂഹത്തെ പ്രാപ്തരാക്കുക എന്നുള്ളതിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം ചോദിക്കുന്നത്, എന്ത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ് ഹൈദരാബാദ് ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിക്ക് രൂപം കൊടുക്കുന്നത്? ഈ 2 പ്രദേശങ്ങളും നമ്മൾ ഈ പറയുന്ന മാതിരിയിലുള്ള BJPയോട് ആഭിമുഖ്യം പുലർത്തുന്നതല്ലല്ലോ. അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴി നമ്മളിപ്പോ കേട്ടു. അമൃത്സറും കൊൽക്കത്തയും ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ വ്യാവസായിക രംഗത്തേക്ക് പരിഗണന ആവശ്യമുള്ള പ്രദേശങ്ങൾക്ക് കൂടുതൽ കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മളിപ്പോ ഉയർത്തുന്ന ഒരു ചോദ്യം എയിംസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു 2 സർക്കാരുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ് അതുകൂടെ അനിവാര്യമായിട്ടുള്ളത്. എന്ത് ആശയവിനിമയമാണ് ഇതിനെക്കുറിച്ച് ഇക്കാലമത്തെ നടത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ പുറത്തു വിടേണ്ടതില്ലേ? നോക്കൂ, ബജറ്റിൽ മാത്രമാണോ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നത്? ഏത് ബജറ്റിലൂടെയുള്ള അലോക്കേഷന്റെ പേരിലാണ് നമുക്ക് 2 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കിട്ടിയിട്ടുള്ളത്? ഏത് ബജറ്റിന്റെ പ്രഖ്യാപനത്തിലാണ് നമുക്കൊരു IIT ലഭിച്ചത്? എയിംസ് തന്നെ ഒരു ബജറ്റിൽ പറഞ്ഞു 7 എയിംസുകൾ കൊടുക്കുമെന്നായിരുന്നു. എന്റെ ഓർമ്മയിൽ 15 എയിംസുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഇനിയും ആവശ്യമല്ലേ? അത്തരം ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? അത്തരം ഇടപെടൽ അവസ്ഥ എന്താണ്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ മാസം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, അവർക്ക് ചില ഉറപ്പുകൾ കിട്ടിയതായിട്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആശങ്കയോടെ അല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. നോക്കൂ, രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പദ്ധതികളെ കുറിച്ച്. കേരളത്തിന് തന്നെ 8 മന്ത്രിമാർ, ശ്രീകുമാർ സാറിന്റെ രാഷ്ട്രീയ ചിന്താഗതിയോട് ചേർന്ന് നിൽക്കുന്ന 8 കേന്ദ്രമന്ത്രിമാർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ ലഭ്യമായ വിഹിതം എന്തൊക്കെയായിരുന്നു? കേരളത്തിന് വ്യാവസായിക മേഖലയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പോൾ തന്നെ മന്ത്രിമാരുണ്ടായിട്ടാണോ നമ്മുടെ പനവേലിൽ നിന്നും കന്യാകുമാരി വരെയുള്ള ദേശീയപാതയുടെ ഈ അത്ഭുതകരമായ മുന്നേറ്റം നടക്കുന്നത്? വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കിട്ടിയത്? ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ മാതിരി ഒരുപക്ഷെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഒക്കെ നാളെ മറിഞ്ഞില്ലാതായേക്കാം. പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നേക്കാം, പുതിയ ഭരണകൂടങ്ങൾ ഉണ്ടാകാം. മോഡിയുടെ കാലഘട്ടത്തിന് ശേഷവും ഈ സർക്കാരുകളും അല്ലെങ്കിൽ ഈ സംവിധാനവും മുന്നോട്ട് പോകുമ്പോഴും രാജ്യം ഒന്നും നിലനിൽക്കണ്ടേ? രാജ്യത്തിന് അതിൻ്റെതായ ഒരു താല്പര്യം ഉണ്ടാകണ്ടേ? അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ബജറ്റിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെച്ച്
ഇതിന് വിമർശകർക്ക് പോലും ഉന്നയിക്കാൻ കഴിയുന്നത് വളരെ നാമമാത്രമായ ചില കാര്യങ്ങളാണ്. ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, ചിലർക്ക് കൊടുത്തുപോയോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ്. വിവിധ വിഭാഗങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ടൂറിസത്തിന്റെ ഹബ്ബായിട്ട് ഭാരതത്തെ മാറ്റും. ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമായി ഭാരതത്തിന്റെ പൈതൃക സമ്പത്തുകളെയും ഭാരതത്തിന്റെ പ്രകൃതി സമ്പത്തും ഭാരതത്തിന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളും ലോക മാർക്കറ്റിൽ വിറ്റഴിക്കുകയും അതുവഴി ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താവുന്നതുമായ അവസ്ഥയിലേക്ക് എത്തും. ഭാരതത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് മത്സ്യബന്ധന മേഖല. ബജറ്റിൽ നൽകിയിരിക്കുന്ന ഊന്നൽ ഈ രണ്ട് മേഖലകൾ വളരെ വർദ്ധിച്ചതല്ലേ. വ്യാവസായികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ്, ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം, സാമ്പത്തികമായിട്ടുള്ള അന്തരം ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 60 വർഷത്തെ ഭരണത്തിന്റെ ബാക്കിപത്രം പരിശോധിക്കുമ്പോൾ വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. മധ്യവർഗവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും അശരണരായി തുടരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രത്തിൽ അത്തരം ആളുകളെ മത്സരാധിഷ്ഠിതമായി മത്സരിച്ച് മുന്നോട്ട് പോകാനും രാജ്യത്തിന്റെ പുതിയ വെല്ലുവിളികൾ പ്രാപ്തരാക്കുന്നതിനും വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളല്ലേ. നോക്കൂ, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി, വിദ്യാഭ്യാസ രംഗത്തെ നൈപുണ്യ വർധനവിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് നൽകുന്ന ഊന്നൽ എത്ര വലുതാണ്. ന്യൂ എന്റർപ്രണേഴ്സ്, പുതിയ സംരംഭകർ, ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ രാജ്യത്തിന്റെ വരുമാന വർധനവിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ തന്നെയാണ്. നോക്കൂ, അതിനു വേണ്ടി വന്നിരിക്കുന്ന എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആസ്തിയില്ലാത്ത യുവാക്കൾക്ക് മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷം 20 ലക്ഷമായി ഉയർത്തിയിരിക്കുന്നു. പുതുതായി സംരംഭത്തിൽ ഏർപ്പെടുക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ആ മേഖല ഒരു പുതിയവരാണ്, അവർക്ക് ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും ഉണ്ടാകും. ആ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും ഒരു വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു അമ്മയുടെ ചിറകിന്റെ കീഴിൽ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കേണ്ടി വരുന്നു. ഇനി ഇപ്പൊ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ തൊഴിലില്ലായ്മയെ കുറിച്ചുള്ള ചില കണക്കുകളാണ്. എനിക്ക് തോന്നുന്നു 2014 മൈൻഡ് സെറ്റിൽ നിന്നും ഇനിയും സാമ്പത്തിക നിരീക്ഷകന്മാരും ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരും മനസ്സു മാറിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. സൗജന്യങ്ങൾ എടുത്തു കൊടുക്കൽ അല്ലല്ലോ ഒരു ഗവൺമെന്റ് ലക്ഷ്യം. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കാലം നിങ്ങൾക്ക് ഒരാൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വെറുതെ കൊടുക്കാൻ സാധിക്കും? പകരം ആ സമൂഹത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വ്യാവസായികമായിട്ട് മുന്നേറുകയും സ്വയം ഉത്പാദകരും സംരംഭകരുമായി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് ഒരു പോളിസി ഡിഫറൻസ് അവിടെ ഉണ്ട്, വ്യത്യാസമുണ്ട്. അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ ടാക്സ് നോൺ ടാക്സ് മേഖലകൾ, രാജ്യത്തിന്റെ കസ്റ്റംസ് തീരുവ മേഖലകൾ, രാജ്യത്തിന്റെ വരുമാന മേഖലകൾ, രാജ്യത്തിന്റെ ഇൻകം ടാക്സ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻകം ടാക്സിൽ നിന്നും കിട്ടിയിരിക്കുന്ന വരുമാന വർധനവ് ഏതാണ്ട് 19% ഉയർന്നിരിക്കുന്നു. GST വർദ്ധിച്ചിരിക്കുന്നു. നോക്കൂ, ദേശീയ പാതകൾ, എയർപോർട്ടുകൾ, ഷിപ്പിംഗ് യൂണിറ്റുകൾ, ഇതിന്റെ ഒക്കെ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ തൊഴിൽ വർദ്ധിക്കുന്നില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? അത്തരത്തിൽ ആളുകളുടെ കൈകളിലേക്ക് കൂടുതൽ സമ്പത്ത് എത്തുന്നത് കൊണ്ടല്ലേ രാജ്യത്തിന്റെ നികുതി വിഹിതം വർദ്ധിക്കുന്നത്. വ്യാവസായിക രംഗത്തും വിനോദ രംഗത്തും ഒക്കെ ആളുകൾ വരികയും ജനങ്ങളുടെ കൈകളിലേക്ക് പണം ലഭിക്കാവുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ ഗവൺമെന്റ് വരുമാനം കൂടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻകം ടാക്സ് പോലുള്ള മേഖലകളിലേക്ക് അവരെ പങ്കാളികളാക്കുന്നത് വഴിയിൽ രാജ്യത്തിന്റെ നികുതി ചോർച്ചയ്ക്ക് ഒരു വലിയ പരിധിയോളം പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയില്ലേ? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് ഊന്നൽ നൽകിയിരുന്നത് ഒന്ന്, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റതാക്കുക, രാജ്യത്തിന്റെ മധ്യവർഗവും രാജ്യത്തിലെ പിന്നോക്കവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും വനവാസികൾ പോലുള്ള വികസനം കയറിയെത്തിയിട്ടില്ലാത്ത മേഖലകൾ പ്രാപ്തരാക്കുക. അതോടൊപ്പം രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക. 10 വർഷം ഈ ഗവൺമെന്റ് നൽകിയ ഊന്നലുകൾ അത് തന്നെയായിരുന്നു. ആ ഊന്നലിന്റെ ഫലമായിട്ടാണ് ആഗോള പാൻഡമിക് കാലഘട്ടത്തിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലെ യുദ്ധഭൂമിയിൽ ഉണ്ടായ തിരിച്ചടിക്കടയിലും ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷം എന്തൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയാലും ചില സാമൂഹ്യ പരിഷ്കർത്താക്കളും അല്ലെങ്കിൽ ചില സാമ്പത്തിക വിദഗ്ധന്മാരും എന്തൊക്കെ എതിർപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ നല്ല മനസ്സോടെ സ്വാഗതം ചെയ്യേണ്ടതാണ്. വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമേ ഒരു സംവിധാനത്തിന് കൂടുതൽ കരുത്തുറ്റതായിട്ടും കൂടുതൽ തെറ്റുതിരുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.